ഹായ് ഗൈസ്, ഞങ്ങൾ ഈ പോകുന്നത് കൊല്ലത്തോട്ടാണ് പോകുന്നത്. കൊല്ലത്ത് എന്തിനാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാടെ കടയിലത്തേക്കും വാപ്പാടെ കടയിലത്തേക്കും ഉള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. ഉമ്മാക്ക് തുണി എടുക്കാനും വാപ്പായ്ക്ക് ടോയ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. നമ്മളൊരു ഉച്ചയെ കഴിഞ്ഞിട്ടായിരുന്നു ഇറങ്ങിയിട്ടുള്ളത്. ഉമ്മായും വാപ്പായും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കയറി. ഞങ്ങളവിടെ വെളിയിലിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വാപ്പ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു, അതൊക്കെ കഴിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടോയ്സ് ഒക്കെ ആദ്യം വണ്ടിയിൽ കയറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉമ്മാടെ തുണിയൊക്കെ പിന്നീട് കൊറിയർ അയക്കാം അല്ലെങ്കിൽ വന്നെടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമേ ടോയ്സ് എല്ലാം പറക്കി വെച്ചിട്ട് വീണ്ടും കൺഫ്യൂഷനായി. പിന്നെ വാപ്പായും ഉമ്മായും പറഞ്ഞു നമുക്ക് ബസ്സിൽ പോവാം, അവർ കാറിലെല്ലാം കൊണ്ട് പോട്ട്, ഇനിയിപ്പോൾ തുണി എടുക്കാനായിട്ട് നാളെ വരണ്ട, എല്ലാം കൊണ്ട് പോട്ട് എന്നുള്ള രീതിയിലായി. അങ്ങനെ അവസാനം അവർ ബസ്സിലും വന്നു. ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾ വണ്ടിയിലും വന്നു. പിന്നീട് ഞങ്ങൾക്ക് എന്ത് കഴിക്കണം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അജുനാണെങ്കിൽ തട്ടുകടയിൽ നിന്ന് ദോശയും ചമ്മന്തിക്കറിയും ഓംലേറ്റൊക്കെ കഴിക്കണമെന്ന്, പക്ഷേ എനിക്കാണെങ്കിൽ മന്തി കഴിക്കണമെന്നാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ മന്തി കഴിക്കാമെന്നുള്ള പ്ലാൻ തന്നെ ആയി. അങ്ങനെ മന്തി മനസ്സിൽ വന്നു. അങ്ങനെ മന്തിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. മതി 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 ഈ പീസിന്റെ പകുതി എനിക്ക് പിച്ച് വെച്ചിരുന്ന ആദ്യം. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ടായിരുന്നു വന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വാപ്പായും മായും വന്നിട്ടില്ലായിരുന്നു. ഇനി അവരെ വിളിക്കാൻ വേണ്ടി നമ്മൾ പുനലൂർ പോകണം. ഇതാണ് ഗൈസ് നമ്മൾ വാങ്ങിയ ടോയ്സും തുണികളും ഒക്കെ.